ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവ ഭാഗമായുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ആംബുലൻസ് വിട്ടുനൽകി എടയൂർ അത്തിപ്പറ്റയിലെ ഫതുൽ ഫത്താഹ് സ്ഥാപനം. പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവ ദിവസമാണ് ആംബുലൻസ് സേവനം നൽകിയത്. എടയൂർ പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്ര താലപ്പൊലി മഹോത്സവ ദിവസത്തെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായാണ് അത്തിപ്പറ്റ ഫതുൽ ഫത്താഹ് ഭാരവാഹികൾ തങ്ങളുടെ ആംബുലൻസ് വിട്ടു നൽകിയത്. ക്ഷേത്ര ഭാരവാഹികൾ ഫതുൽ ഫത്താഹ് ഭാരവാഹിയായ അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാരോട് ആവശ്യം അറിയിക്കുകയായിരുന്നു. ഫതുൽ ഫത്താഹ് അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് ഈ വിവരം കൈമാറുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൂരം കഴിയുന്നതുവരേക്കും ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസ് വിട്ടു നൽകുകയായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ജാതി ഭേദം മതമൊന്നുമില്ല. ഞങ്ങൾ സൗഹൃദമായിട്ട് ജീവിക്കുന്ന നമ്മളെ നാട് ഏത് കാലത്തും കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് നിന്ന ഈ പൂരം കടിയൂർ പഞ്ചായത്തിലെ പൂക്കാട്ടി അമ്പലം എൻ്റെ കുട്ടിക്കാലത്ത് മുതലേ നടന്നുകൊണ്ടിരുന്ന യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഇപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ്. അത്തിപ്പറ്റ ഉസ്താദ് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആംബുലൻസ് അമ്പല കമ്മിറ്റി ആവശ്യപ്പെട്ടു. അങ്ങനെ ഉസ്താദിൻ്റെ മോനോട് ചോദിച്ചു. ഉസ്താദിൻ്റെ മോന് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടറി CP അംസാജി അതുപോലെ തന്നെ മുനവർ തങ്ങൾ പ്രസിഡന്റ് അവരായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ ആംബുലൻസ് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആംബുലൻസ് അമ്പല കമ്മിറ്റിയിലെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടെ പലർക്കും പരിക്കേറ്റപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഇത് കണക്കിലെടുത്തായിരുന്നു പൂരം സമാപന ദിവസം ആംബുലൻസ് ആവശ്യപ്പെട്ടത്. പെട്ടെന്ന് വണ്ടിമ്മ കൊണ്ടുവന്ന ആൾക്കാരെ അത് നമുക്ക് ആംബുലൻസ് ഒന്നും ചെയ്യാം, മാത്രം ശ്രദ്ധിക്കലില്ല. അങ്ങനെ വേറെ വണ്ടി ഒന്നും ആ പള്ളിയെ കൂടെ വീട്ടുകാർ കൂടെ കൂട്ടിയിട്ടാണ് അന്ന് കാര്യങ്ങൾ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ രാത്രി സമയത്തുണ്ടായി ഒരാൾക്ക് അസുഖം വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ 2 പ്രാവശ്യം വിട്ടു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ആംബുലൻസ് വേണം ഇവിടെ വെക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ആംബുലൻസിൻ്റെ നല്ലൊരു കാര്യമാണ്. ആംബുലൻസിനെ പെട്ടെന്ന് പോകാൻ പറ്റും. അതാണ് ഇപ്പോൾ നല്ലൊരു കാര്യം. പിന്നെ ഇതൊക്കെ എല്ലാവരും നമ്മൾ അങ്ങനെയൊന്നും ഇല്ല, കമ്മിറ്റി പ്രസിഡന്റ് തന്നെ ഉള്ളൂ. എല്ലാവരും ഒന്നിച്ചുള്ള പരിപാടിയാണ്. അങ്ങനെ ഇവിടെ അധികാരം കാണിക്കല്ല, പറയാതെ മാത്രമേ ഉള്ളൂ. MP ഇബ്രാഹിം, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.